Good morning, all. Good morning, Good ma'am. morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good Good morning. morning. Good morning, Miss. Okay. Prayer ആരാണ്? ഞാനാണ് മാം. Morning, ma'am. ചൈതന്യമേ ചൈതന്യമേ കൈകൾ കൂപ്പുന്ന സമ്പൂർണ്ണ സന്നിധിയിൽ മതജാതി വർണ്ണങ്ങൾ എല്ലാം മറന്നേക മനസ്സായി നമിക്കുന്ന ജാതാന്തരം ചൈതന്യമേ നിത്യ ചൈതന്യമേ കൈകൾ കൂപ്പുന്ന സമ്പൂർണ്ണ സന്നിധിയിൽ മതജാതി വർണ്ണങ്ങൾ എല്ലാം മറന്നേക മനസ്സായി നമിക്കുന്നു ജാതാന്തരം ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും നിന്റെ പ്രിയമക്കളാം ഞങ്ങളെല്ലാവരും ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും നിന്റെ പ്രിയമക്കളാം ഞങ്ങളെല്ലാവരും തോളോട് തോൾ ചേർന്ന് സൗഹാർദ്ദമായി മാറി മുന്നേറുവാൻ വരം നൽകണമേ തോളോട് തോൾ ചേർന്ന് സൗഹാർദ്ദമായി മാറി മുന്നേറുവാൻ വരം നൽകണമേ മുന്നേറുവാൻ വരം നൽകണമേ ചൈതന്യമേ നിത്യ ചൈതന്യമേ കൈകൾ കൂട്ടുന്നു സമ്പൂർണ്ണ സന്നിധിയിൽ മതജാതി വർണ്ണങ്ങൾ എല്ലാം മറന്നേക മനസ്സായി നമിക്കുന്നു ജാതാന്തരം. താങ്ക് യു മാം. നന്നായിരുന്നു കേട്ടോ. താങ്ക് യു മാം. Signing and thought of the day. Quote of the day. പറഞ്ഞോ കേട്ടോ. ജ്ഞാനികൾക്കാവശ്യം ധൈര്യമാണ്. അപകടങ്ങളെ അഭിമുഖീകരിക്കാൻ ഭയക്കരുത്. ഒരു കൈ നോക്കാൻ ഇറങ്ങി പുറപ്പെടുന്നതിലൂടെയാണ് നാം ധീരരാവാൻ പഠിക്കുന്നത്. APJ അബ്ദുൽ കലാമിന്റെ വാക്കുകളാണിത്. താങ്ക് യു മാം. പ്രസന്റഡ് ബൈ അർച്ചന വിഷ്ണു. സൈനിങ് അനില. ഓക്കെ, പറഞ്ഞില്ല. ഒരു ഗുരുകുലത്തിലെ ഒരു ശിഷ്യനും ഗുരുവും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഗുരുവിൻ്റെ അടുത്തൊരു ശിഷ്യൻ മറ്റുള്ള കുട്ടികളിൽ നിന്ന് ബാക്കി എല്ലാ കാര്യത്തിനും പുറകോട്ടായിരുന്നു, മടിയനായിരുന്നു. എന്ത് കാര്യം പറഞ്ഞാലും മറ്റുള്ള കുട്ടികളിലേക്കാളും പിന്നെ ഒന്നും ചെയ്യാണ്ട് എല്ലാ അലസതയോടെ കാര്യങ്ങൾ കാണുന്ന ഒരു ശിഷ്യനായിരുന്നു. അപ്പം ഇത് ഗുരുവിന് ഭയങ്കര ടെൻഷനും ഭയപ്പാടും എല്ലാം ഉണ്ടാക്കി. ശിഷ്യന്റെ മടി കാരണം മറ്റുള്ള കുട്ടികളിൽ നിന്ന് അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഗുരു എന്ത് ചെയ്തു, ശിഷ്യന്റെ മടി മാറ്റേണ്ടിയിട്ട് ഒരു കല്ലെടുത്തിട്ട് ഈ ശിഷ്യന് കൊടുത്തിട്ട്, ഒരു കറുത്ത കല്ലെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഒരു പ്രത്യേക തരമുള്ള കല്ലാണ്, ഇത് ഞാൻ നാളെ വൈകിട്ട് വരുമ്പോഴത്തേക്ക് നിന്റെ കയ്യിൽ സൂക്ഷിച്ചു വെക്കണം. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ഇരുമ്പ് തകിടുമേൽ ഉരച്ചാൽ ആ ഇരുമ്പ് തകിട് സ്വർണമായി കിട്ടും. അപ്പോൾ നമുക്ക് ധാരാളം സ്വർണങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ പിന്നെ ഈ ശിഷ്യൻ വിചാരിച്ചു, ആ ഗുരു പോയിരിക്കുകയല്ലേ, അനക്ക് നാളത്തേക്ക് ഒരുപാട് സ്വർണങ്ങൾ ഉണ്ടാക്കാം ഈ ഒരു ഇരുമ്പ് തകിട് കൊണ്ട്. അങ്ങനെ കരുതി
അപ്പോൾ ഈ ശിഷ്യൻ അത് പെട്ടെന്ന് പണക്കാരനാകാനില്ല ഒരു മനസ്സിൽ സ്വപ്നവും കണ്ട് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കഴിഞ്ഞേരം പിന്നെ മാർക്കറ്റിൽ പോയി സ്കാപ്പായ ഇരുമ്പ് തകിട് കണ്ടെത്തിയിട്ട് പിന്നെ സ്വർണ്ണമാക്കാന്നൊക്കെ വിചാരിച്ചിട്ട് നിൽക്കുമ്പോഴാണ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നീട് പോകാം, ഇനി നാളെ വൈകിട്ടല്ലേ ഗുരു വരൂ, പിന്നീട് പോകാമെന്ന് വിചാരിച്ചിട്ട് കിടന്നുറങ്ങി വീണ്ടും എണീച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇനി ഒരുപാട് സമയമുണ്ടല്ലോ, അപ്പോൾ വൈകിട്ടല്ലേ ഗുരു വരൂ, അതിന് ഒരു ഉറക്കൊക്കെ കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ പോകാമെന്ന് കരുതി പിന്നീടും ശിഷ്യൻ ഉറങ്ങി. അപ്പോൾ പെട്ടെന്ന് എണീച്ച് നോക്കിയപ്പോൾ വൈകിട്ടായി. അപ്പോൾ ശിഷ്യന് പെട്ടെന്ന് ചാടി എണീച്ചിട്ട് അയ്യോ ഞാൻ മാർക്കറ്റിൽ പോയി ഇരുമ്പ് തകിട് വാങ്ങിച്ചില്ലല്ലോ, ഗുരു ഇപ്പോൾ വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാർക്കറ്റിലേക്ക് പോകാൻ നേരത്താണ് ഈ ഗുരു വരുന്നത് ശിഷ്യൻ കണ്ടു. അപ്പോൾ ഗുരു ശിഷ്യൻ്റെ അടുത്ത് നിന്ന് കറുത്ത കല്ല് തിരികെ വാങ്ങിച്ചു. അപ്പോൾ ശിഷ്യൻ പറഞ്ഞു അയ്യോ ഗുരുവേ അനക്കൊരവസരം കൊടുത്താ ഞാൻ ഉറങ്ങിപ്പോയി. അപ്പോൾ പറഞ്ഞു ഇനി നിനക്ക് അവസരം തരില്ല, നിനക്ക് നല്ലൊരു അവസരം ഞാൻ തന്നെ പണക്കാരനാവാനില്ല, അപ്പോൾ ഇനി ഒരു അവസരം ഞാൻ എനിക്ക് തരില്ല, അതുകൊണ്ട് ഈ കല്ല് എനിക്ക് തിരികെ വേണം എന്നാണ്. അപ്പോൾ ഗുരു ഒരു ഉപദേശം കൊടുത്തു. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് വരുന്ന നല്ലൊരു അവസരവും അതൊക്കെ നല്ല ജീവിതത്തിൽ നമുക്ക് വരുന്ന ഒരു അവസരമാണ് നഷ്ടപ്പെടുക. അത് കാരണം നിന്റെ ജീവിതത്തിലെ നഷ്ടങ്ങളായി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യാനുള്ള സമയത്ത് ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണം, അതിനൊരു മടിയും കാണിക്കരുത് എന്ന് പറഞ്ഞു ഗുരു. ഈ ഉപദേശം ശിഷ്യൻ പിന്നെ സ്വീകരിച്ചിട്ട് പിന്നീട് മടി കാണിച്ചിട്ടില്ല ജീവിതത്തിൽ. സൈനിങ് ബൈ അനില ഫ്രം കണ്ണൂർ. നന്നായിരുന്നു കേട്ടോ. ഓക്കെ, താങ്ക്സ്. നമ്മള് ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ആ മാം ഉണ്ടായിരുന്നു. സ്റ്റാർട്ട് ചെയ്യാം. ക്ലാസ് അല്ലേ, പ്രസന്റ് ചെയ്യാലോ? ആ ഓക്കെ മാം. ഓക്കെ, നമുക്ക് പേരൊക്കെ മെസ്സേജ് ചെയ്യാണെങ്കിൽ ടെസ്റ്റ് ചെയ്യാണെങ്കിൽ ഞാൻ പിൻ ചെയ്യാം കേട്ടോ. ജ്യോതി, യെസ് മാം. പ്രസന്റ് ചെയ്യട്ടെ മാം? പിൻ ചെയ്തേട്ടാ, 1 മിനിറ്റ്. ഓക്കെ മാം. പ്രസന്റ് ചെയ്തോട്ടെ കേട്ടോ. ഓക്കെ മാം. കാണുന്നുണ്ടോ മാം? കാണാം കേട്ടോ, നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മാം. അർച്ചന കേട്ടോ. അർച്ചന പ്രസന്റ് ചെയ്തോട്ടെ കേട്ടോ. പ്രസന്റ് ചെയ്തോ, പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണുന്നില്ല കേട്ടോ. ക്യാമറ ഓൺ ആക്കിയോ അർച്ചന? കാണുന്നുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ, കാണാം. കണ്ടു, ജസ്റ്റ് കണ്ടു. ഓക്കെ ഇപ്പൊ കാണാം. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. വിദ്യ കേട്ടോ, നന്നായിട്ടുണ്ട് അർച്ചന. വിദ്യ. താങ്ക് യു. വിദ്യ, എടാ ഒന്ന് മ്യൂട്ട് മാറ്റുകയാണെങ്കിൽ ഞാൻ പിൻ ചെയ്യാം, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. വിദ്യ, ഓക്കെ ഓക്കെ ഓക്കെ, 1 മിനിറ്റ്. ക്യാമറ ഓൺ ചെയ്യാം, പ്രൊട്ടക്ഷൻ കോഡ്.
വിദ്യ. ഓക്കെ ഓക്കെ. മുകളിലാണ് മുകളിലായിട്ടൊരു ആരോ മാർക്ക് പോലെ ഉണ്ട്. ക്യാമറ ഓൺ ചെയ്തിട്ട് റൊട്ടേഷൻ കൊടുക്കാം. ടോപ്പിലായിട്ട് സ്പീക്കറിന്റെ ചിഹ്നം മാറും അപ്പൊ. ഒരു ആരോ മാർക്കിന്റെ റൗണ്ട് പോലെ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. സ്പീക്കറിന്റെ ഒപ്പം വീഡിയോ ഓൺ ആക്കുമ്പോ. ഇതിന്റെ പോയി തോന്നുന്നുണ്ട് കേട്ടോ. സുമയാട്ടാ. സുമയ. യെസ് മാം. ഓക്കേടാ. നന്നായിട്ടുണ്ട് കേട്ടോ. കാണുന്നുണ്ടോ മാം? കാണാതെ നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ. യെസ് മാം. ഓക്കേടാ. ഒരു മിനിറ്റ് ആണെങ്കിൽ എനിക്ക് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ ഓക്കെ. വരച്ചിരിക്കണേന്ന് തോന്നുന്നുണ്ടല്ലേ? വരച്ചിരിക്കണല്ലോ. നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മാം. മാം ഞാൻ ഫ്രെയിംസ് കാണിച്ചിട്ടുണ്ടായിട്ടാ, ഒന്ന് കാണിച്ചോട്ടെ. ഓക്കെ ഓക്കെ. ഓക്കേടാ. ജസ്റ്റ് നൗഫല. മുകളില് ടോപ്പിലായിട്ട് ഒരു ആരോ മാർക്ക് ഉണ്ട്. മിസ് പിൻ ചെയ്തിട്ട് പിൻ ചെയ്തടാ. കാണാത്ത. ഓക്കേടാ. ഓക്കെ ഓക്കെ ഓക്കെ. കാണാം കേട്ടോ. നന്നായിട്ടുണ്ട് കേട്ടോ. കണ്ടു കണ്ടു. ഓക്കെ മാം. മാം ഞാൻ എന്നെ ഒന്ന് വിളിക്കാൻ എനിക്ക് ഫോൺ ഹാങ് ആയി. കുഴപ്പമില്ലാടാ. പ്രസ് ചെയ്യോ? മാം ഞാനൊന്ന് മറ്റേ ഇത് ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. സാധ വെക്കോടാ. കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ ക്ലിയർ അല്ല. ഇപ്പൊ ഓക്കെ ഓക്കെ ഓക്കെ. കാണാം. മാം കണ്ടോ മാം? കണ്ടു കേട്ടോ. നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ വിദ്യ. മോനിഷ. എന്റെ പിങ്ക പറഞ്ഞ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ. വരച്ചിരിക്കണാണോ? അല്ല മാം, പിക്ചറാണ്. നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ. ശ്രുതി. മേടിച്ചോണ്ട് വരാമോ? കാണാം. നന്നായിട്ടുണ്ട് കേട്ടോ. ശ്രീകുട്ടി. കാണാമോ? ആടാ പിങ്ക് അല്ലേ? കാണാട്ടോ. ഓക്കെ ശ്രീകുട്ടി. നന്നായിട്ടുണ്ട്. കാണാവോ മാം? കാണാടാ. നന്നായിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചെയ്തിട്ടുണ്ട് സാൻഡ് പേപ്പർ. എനിക്ക് ഗ്ലിറ്റർ ഫോം ഷീറ്റ് ആണ് കിട്ടിയത്. ഓക്കെടാ. ഇന്ദു. വരച്ചിരിക്കല്ലേ? നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മാം. ഹരീഷ്മ. മാം. ഓക്കേടാ.
റൊട്ടേഷൻ കൊടുത്തോട്ടോ. ഒരു മിനിറ്റ് മാം. മിസ്സേ ഇന്ന് ഹരിഷ്മയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. ആണോ? മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. കാണാവോ മാം? കാണാം കേട്ടോ. ആ വരച്ചിരിക്കുന്നതിന് നന്നായിട്ടുണ്ട് കേട്ടോ. അതെ, വരച്ചതാ. നന്നായിട്ടുണ്ടേ. ഓക്കെ. കമറു കമറുനിസ. ഓക്കെ, കമറുനിസ. ഞാൻ കളർ കൊടുത്തിട്ടില്ല. കളർ ചെയ്യൊക്കെ സമയം കിട്ടിയില്ല. ഓക്കെ, കളറും കൂടി ചെയ്ത് സൂപ്പർ ആവും കേട്ടോ. താങ്ക് യു മാം. വരച്ചിരിക്കണല്ലേ? കളറും കൂടി ചെയ്യണേ, നല്ല സൂപ്പർ ആയിട്ടുണ്ടാവും. ഓക്കെ, ഞാൻ അടുത്ത ക്ലാസ്സിൽ കാണിച്ചില്ല കളർ കൊടുത്തിട്ട്. ഓക്കെ. അനീഷ. യെസ് മാം. കാണാമോ മാം? കാണാം. നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മാം. ഫർസാന. ഷിബില. വെറൈറ്റി ചെയ്തതാണ്. ഫർസാന 1 മിനിറ്റ് കേട്ടോ, നോക്കട്ടെ പിൻ ചെയ്യട്ടെ. ഓക്കെ. നന്നായിട്ടുണ്ടല്ലോ. വെറൈറ്റി ഒക്കെ നോക്കിയത്. നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. ഷിബില. കാണാം. കാണാം. ലിജി. ഓക്കെ. അനില. ലിജിയാണോ? ഓക്കെ, ലിജി. അതെ, ഞാനൊന്ന് പിൻ ചെയ്തിട്ട് ലിജി. നന്നായിട്ടുണ്ട് കേട്ടോ. കളർ ചെയ്യാനും കൂടി ഇല്ലല്ലേ? ചെറുതായിട്ടാ വരച്ചത് പടം. വരച്ചിരിക്കണ മനസ്സിലായി. നന്നായിട്ടുണ്ട് കേട്ടോ. വരച്ചതാണ്. നന്നായിട്ടുണ്ട്. അനില. അല്ല, മുകളില് ആയിട്ടുണ്ട്. സൻസി. മാം. കാണാമോ മാം? മാം, ഞാനിത് എഴുതിയതല്ല, അങ്ങനെ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തതാണ്. അപ്പൊ അത് ഇനി ഇതിന്റെ മാറ്റിട്ട് എഴുതണമെന്നുണ്ടോ? ലെറ്റേഴ്സ് എഴുതായിരുന്നെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ. കുഴപ്പമില്ല. ഇതിന് ഞാനിത് ഇളക്കാൻ നോക്കിയിട്ട് അത് കീറിപ്പോരാണ്. ഞാൻ എഴുതാന്ന് വെച്ചതായിരുന്നു. ഓക്കെ, ഇനി അത് ചേഞ്ച് ചെയ്യണോ മാം? മോനെ കംഫർട്ട് നോക്കി ചേഞ്ച് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ മാം. താങ്ക് യു. സരിക. യെസ് മാം. കാണാമോ മാം? ഓക്കെ, കാണാം. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു മാം. നൗഫില. ഹലോ മാം, എന്റെ സിസ്റ്റർ ഇത് പറഞ്ഞോട്ടെ മാം, പറയാൻ വേണ്ടിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. പറഞ്ഞോട്ടെ മാം. എന്താണ്?
അവര് ഇത് ഞാൻ ചോദിക്കുമ്പോ അവര് പറയാൻ വേണ്ടിട്ട് റെഡി ആയിരിക്കുക രണ്ടുപേരും. എന്റെ സിസ്റ്റർ മക്കളാ. ഓക്കെ മക്കള്. ഓക്കെ ഓക്കെ പറഞ്ഞോട്ടെ. A for apple, B for ball, C for cat, D for dog, E for elephant, F for fish, G for grape, H for home, I for ice cream, J for juice, K for kite, L for lollipop, M for karangan, N for nose, O for orange, P for parrot, Q for queen, R for rabbit, S for sun, T for tomato, U for umbrella, V for van, W for window, X for Xmas tree, Y for yo-yo, Z for zebra. Okay, ma'am. നന്നായിട്ടുണ്ട് കേട്ടോ. Okay, ma'am. Thank you. കുട്ടികളും കേട്ടോ. ആതിര കാണിക്കാമോ? ആതിര കാണിക്കാമോ? ഓക്കെ. ആതിര ഞാൻ ഗീതുവിനോട് പ്രസ് ചെയ്യാൻ പറയാം കേട്ടോ. ഗീതു കാണാടാ. നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. സിനു സിനു ഒരു മിനിറ്റ്. ആതിര റെഡിയാണോ? ഓക്കെ. സിനു നന്നായിട്ടുണ്ട് കേട്ടോ. ആതിര ഹലോ, കേൾക്കുന്നുണ്ടോ? കേക്കാടാ, പക്ഷെ കാണാൻ പറ്റുന്നില്ല. സിനു നന്നായിട്ടുണ്ട്. നോക്കട്ടെ. അമ്മ ടെക്നിക്കൽ ഇഷ്യൂ എന്തെങ്കിലും. ഓക്കെ, ഞാൻ പറഞ്ഞാൽ മതി. 2 പേരായില്ലേ പ്രസ് ചെയ്യാൻ പറ്റാത്തത്. രണ്ടുപേരും ലാസ്റ്റ് ഒന്ന് പറയണം കേട്ടോ. ആദ്യം പറയണം. നേരത്തെ കുട്ടിയിട്ടായിരുന്നല്ലോ. ആരായിരുന്നു? കമറ് അല്ലല്ലോ, ബിജിതായിരുന്നു അല്ലേ? ഒന്ന് പറഞ്ഞാൽ മതി. നമുക്ക് ലാസ്റ്റ് നമുക്ക് നോക്കാം കേട്ടോ. ഞാനും ഉണ്ട് മാം. ഓക്കെ. ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ആണ് വരുന്നുണ്ട്. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട്. കാണാം. ഓക്കെ, കാണാം. നന്നായിട്ടുണ്ട് കേട്ടോ. അഞ്ജലി കാണാടാ. നന്നായിട്ടുണ്ട് കേട്ടോ. ഒട്ടിച്ച് വെച്ചിരിക്കുകയാണല്ലേ? നന്നായിട്ടുണ്ട്. അശ്വിനി അയ്യോ ഇതെന്താ കാണാത്ത? കാണാമോ മാം? കാണാം കേട്ടോ. ഓക്കെ ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. സ്നേഹ കാണാം മിസ്സേ. കാണാലോ.
കാണാം. ഷിബിന. ക്യാമറ ഓൺ ആയിട്ടുണ്ട്. കാണാം. ഓക്കെ. ഓക്കെ, നന്നായിട്ടുണ്ട്. സലീന. ഓക്കെ മിസ്. ഓക്കേടാ, വരച്ചിരിക്കുന്നതാണല്ലേ? വരച്ചതാണ്, കാണാണ്ടോ? ഓക്കേടാ, നന്നായിട്ടുണ്ട് കേട്ടോ. ചെയ്തത് കാണിച്ചില്ല മാം. നമ്പേഴ്സ് നമ്പേഴ്സും ആൽഫബറ്റ്സും. ഓക്കേടാ, നന്നായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. നന്നായിട്ടുണ്ട് കേട്ടോ. രമ്യ. ഒരു മിനിറ്റ് മാം. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. വരച്ചതാ മാം. വരച്ചാണ്. ഈ കങ്കാരു വരച്ചതാ. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്. ഓക്കെ മാം. രമ്യ അല്ല ലാസ്റ്റ്. സ്നേഹ, റീജ. മുനീറിനെ വിളിച്ചില്ല. എന്നെ വിളിച്ചില്ല. കൺമണി. കൺമണി വിളിച്ചില്ല. ഓക്കെ. 1 മിനിറ്റ്. മുനീറിനെ വിളിച്ചില്ല. കൺമണി അല്ലെ? മുനീർ പ്രസ് ചെയ്തോ കേട്ടോ. ഓക്കെ, കാണാം. നന്നായിട്ടുണ്ട് കേട്ടോ. ഫ്രെയിം പ്രസന്റ് ചെയ്തില്ല അതിനെ. സെറ്റാക്കിയിട്ടുണ്ടല്ലോ. താങ്ക് യു മാം. ഓക്കെ. കൺമണി. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. പിങ്ക് ടവർ കൊണ്ട് ചെയ്തിട്ടുണ്ട്, കാണിച്ചില്ലായിരുന്നു. ഓക്കെ. നന്നായിട്ടുണ്ട്. താങ്ക് യു മാം. ഓക്കെ, റീജ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് റീജ. ഓക്കേടാ. വരച്ചിരിക്കുന്നേ? വരച്ചതാ മാം. കേട്ടോ. താങ്ക് യു മാം. ഓക്കെ, ഇനി വേറെ ആരെങ്കിലും പിങ്ക് ടവർ കൂടി കാണിക്കട്ടെ? മുനീറ കാണിച്ചു വേടാം. വേറെ ആരെങ്കിലും വിളിക്കാത്തുണ്ടോ? ഷമീമ. ശരി. ഓക്കെ, നന്നായിട്ട്. എന്നെ വിളിച്ചില്ല. ഒരു മിനിറ്റ്. ആരാണ്? ഷെമീന ഫസ്റ്റ്. അടുത്തത് ആരാണ്? മിസ്സെ കാണാവോ? ആരെ കാണാം? ഷെമീനെ കാണാട്ടെ, നന്നായിട്ടുണ്ട്. താങ്ക് യു മിസ്. വിചിത്ര. ഹലോ മാം, ഞാനിപ്പോ ഷോപ്പിലാണുള്ളത്. അപ്പൊ എന്റെ വരച്ചത് വീട്ടിലായി പോയി. ഞാനിപ്പോ ഷോപ്പിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിട്ട് ഒന്ന് ഇത് ചെയ്തതാണ്. അത് കാണിക്കാം. ക്യാമറ റൊട്ടേറ്റ് ചെയ്തിട്ട് ചെയ്തോ? അയ്യോ,
അയ്യോ ഇത് മൊത്തത്തിൽ സ്ട്രക്കായി മാം. ക്യാമറ റൊട്ടേറ്റ് ചെയ്ത് നോക്കിയടാ. ഓക്കെ, മുഫീന. മാം സാൻഡ് പേപ്പറിന്റെ ഞാനാണ്. ഓക്കെ, നന്നായിട്ടുണ്ട്. പിന്നെ സ്മോൾ ലെറ്റേഴ്സ് നമ്പേഴ്സ്. ന്യൂമറിക്കൽ. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ മാം. സർബിത. ഓക്കെ കാണാം കേട്ടോ. അയ്യോ കളർ ചെയ്യാനുണ്ടല്ലേ? നന്നായിട്ട് വരച്ചിട്ടുണ്ടല്ലോ. പിന്നെ അക്ഷരങ്ങളും ക്യാപിറ്റൽ ലെറ്റർ എഴുതാൻ പറഞ്ഞില്ലായിരുന്നോ? അത് കാണിച്ചിട്ടില്ലായിരുന്നു. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ. വിചിത്ര. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിലാണ്. മാം ഞാൻ ഫ്രെയിം ഒന്ന് കാണിച്ചോട്ടെ. സുമയ ഫ്രെയിം കാണിച്ചു കേട്ടോ. നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മാം. ഓക്കെ, അതാണ് കൺമണി. ഓക്കെ, ഞാനൊരു കാര്യം മാം, ഞാൻ മറ്റേ കാർഡിന്റെ ആൽഫബറ്റിക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ അച്ഛൻ ഹോസ്പിറ്റലിലായിരുന്നു മാം, സ്ട്രോക്ക് വന്നിട്ടേ. ഞാൻ ഇപ്പൊ എന്റെ വീട്ടിലാണ്. എനിക്ക് ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നിട്ട് വേണം നെക്സ്റ്റ് ക്ലാസ്സിലെല്ലാം കാണിക്കാം മാം. ഓക്കെ, ഹരിഷ്മ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ട്ടോ. താങ്ക് യു മാം. താങ്ക് യു. ഓക്കെ, നമ്മളിപ്പോ ക്ലാസ്സിലേക്ക് വരാണ്. നമ്മള് ഏത് ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? യൂണിറ്റ് 2 പാർട്ട് 2 യൂണിറ്റ് 2 മോട്ടോർസ് ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് ആയിരുന്നു. അതില് ഫിസിക്കൽ ഡെവലപ്മെന്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മോട്ടോർ ഡെവലപ്മെന്റ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, മോട്ടോർ ഡെവലപ്മെന്റ്. സോ നമുക്ക് ഇവിടെ നേരെ ടെസ്റ്റിൽ കിടക്കുന്ന നേരെ എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടോർ ഡെവലപ്മെന്റ് ആണ്. സോ നമ്മൾ മോട്ടോർ ഡെവലപ്മെന്റ് എന്താണെന്ന് അറിയണം അല്ലെ? പ്രിൻസിപ്പിൾസ് അറിയുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്താണ് മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് നോക്കാം. മോട്ടോർ ഡെവലപ്മെന്റ് refers to the development of strength, speed, and accuracy in the use of muscle part of the body and coordinate and control of muscle movements. നമ്മളുടെ മസിൽ പാർട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യുക? എന്ത് പറ്റി? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഞാൻ ഈ പറയുന്നത് ടെസ്റ്റിലില്ല, ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി. മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയുടെ സ്ട്രെങ്ത്തും അതേപോലെ സ്പീഡ് ഉണ്ടല്ലോ, ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള സ്പീഡ്, ആക്യുറസി, ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ മസിൽ പാർട്ട്. ബോഡിയുടെ മസിൽ പാർട്ടിന്റെ ഡെവലപ്മെന്റും അതിന്റെ കോർഡിനേഷൻസും അതിന്റെ കൺട്രോളുമാണ് എന്ത് പറയുന്ന മോട്ടോർ ഡെവലപ്മെന്റ്. ഇപ്പൊ ഒരു കുട്ടിക്ക് ഒരു ബോൾ ക്യാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ആ ബോൾ ക്യാച്ച് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായാൽ പോരാ, അവരെല്ലാം ഒരു എന്താ പറയാ ബ്രെയിനിൽ അത് മനസ്സിലാക്കണം. ആ ബോൾ നമ്മുടെ അടുത്തേക്കാണ് വരുന്നത്, റോൾ ചെയ്ത് വരുന്നത്. പറയാം ഡെഫിനിഷൻ ഒന്നുകൂടി പറയാം മോട്ടോർ ഡെവലപ്മെന്റ്. ഓക്കെ. മോട്ടോർ ഡെവലപ്മെന്റ് refers to the development of എഴുതുന്നുണ്ടോ? Motor development refers to the development of strength. refers to the speed
development of, refers to the development of strength, comma, speed, then and accuracy, ഞാൻ ടൈപ്പ് ചെയ്ത് അയക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ടൈപ്പ് ചെയ്ത് അയക്കുമ്പോൾ നോക്കിയാൽ മതി. In the use of muscular parts of the body, and പേരിൽ പറഞ്ഞു പോവാ, ടൈപ്പ് ചെയ്ത് പോവാണ്, ഇത് നോക്കിയാൽ മതി. കോർഡിനേഷൻ ആണ്, കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് മസ്കുലാർ മൂവ്മെന്റ്സ്. ഓക്കെ, കോർഡിനേഷൻ സ്പെല്ലിംഗ് തെറ്റാണ്, സോറിടാ. ഇത് കോർഡിനേഷൻ സ്പെല്ലിംഗിൽ ചെറിയ വ്യത്യാസം ഉണ്ട് കേട്ടോ. കോർഡിനേഷൻ ഐ വേണ്ടായിരുന്നു, 6 കേട്ട ഐ വേണ്ട, ഒന്ന് റെക്ടിഫൈ ചെയ്തേക്ക്. എന്താണ് മോട്ടോർ ഡെവലപ്മെന്റ്? എന്താണെന്നാ പറയുന്നത്. മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എന്താണ് മസിൽസ്, അതേപോലെ തന്നെ നമ്മളുടെ മസ്കുലർ പാർട്സിന്റെ ഡെവലപ്മെന്റ് ആണ്. അത് ഓരോ കാര്യങ്ങളും സ്പീഡിൽ ചെയ്യുക, നല്ല ആക്യുറസിയോട് കൂടി കറക്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇവിടെ വരുന്നത്, മോട്ടോർ ഡെവലപ്മെന്റ് വരുന്നത്. നമ്മൾ കറക്റ്റ് ആയിട്ട് എന്താ പറയാ, നല്ല രീതിയിൽ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്ത്, ബ്രെയിൻ ആൻഡ് മസിൽസ് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറക്റ്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ആ ഒരു കോർഡിനേഷനും ആ ഒരു കൺട്രോളും, നമുക്ക് മൂവ്മെന്റ്സ് എല്ലാം കൺട്രോൾ വരുന്നത് എങ്ങനെയാണ്, ഈ മോട്ടോർ ഡെവലപ്മെന്റ് കൈവരിക്കുമ്പോഴാണ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ കുട്ടി, ആ കുട്ടി ഫസ്റ്റ് ടൈം ബോള് അടുത്തേക്ക് കൂടി വരാണെങ്കിൽ ചിലപ്പോൾ അവനത് പിടിക്കാനായിട്ട് അറിയണമെന്നില്ല, അല്ലെങ്കിൽ അവന് ഫുൾ എഫേർട്ട് എടുത്തായിരിക്കും ആ കുട്ടി ആ ബോൾ എന്ത് ചെയ്യുന്നത്, ക്യാച്ച് ചെയ്യുന്നത്. പിന്നീട് അവൻ നിസ്സാരമായിട്ട് ആ ബോൾ ചിലപ്പോൾ ഒരു കൈകൊണ്ട് ക്യാച്ച് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. സോ ആദ്യം കുട്ടികളില് ജനിക്കുന്ന സമയത്തല്ല, വളർന്നു വരുമ്പോഴാണ് ഈ മോട്ടോർ ഡെവലപ്മെന്റ്, മോട്ടോർ കോർഡിനേഷൻ കൈവരിക്കുന്നത്. മോട്ടോർ എബിലിറ്റീസ് എന്തെല്ലാമാണ്? മോട്ടോർ എബിലിറ്റീസ് നമുക്ക് നോക്കാം. ഇൻവോൾവ് ബോഡി മൂവ്മെന്റ്സ് ഓഫ് വേരിയസ് organs and coordinate functioning of nerves and muscles. മെയിൻ ആയിട്ട് നമ്മുടെ നെർവ്സ് ഉണ്ടല്ലോ ബ്രെയിനിലെ, അതേപോലെ തന്നെ മസിൽസിന്റെയും ഫങ്ഷനിങ്ങിനെ കോർഡിനേറ്റ് ചെയ്യുക എന്നതാണ് മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. മോട്ടോർ ഡെവലപ്മെന്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് വിത്ത് ഫിസിക്കൽ, മെന്റൽ, ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് ഓഫ് ദ ചൈൽഡ്. ഈ മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കുട്ടിയുടെ ഫിസിക്കൽ, മെന്റൽ, ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് ആയിട്ട് റിലേറ്റഡ് ആണ്, ക്ലോസ്ലി റിലേറ്റഡ് ആണ്. മോട്ടോർ ഡെവലപ്മെന്റ് ഡെഫിനിഷൻ പറയുന്നത് ഡെവലപ്മെന്റ് ഓഫ് സ്ട്രെങ്ത്, നല്ല രീതിയിൽ ഓരോ ആക്ടിവിറ്റീസ്, ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള സ്ട്രെങ്ത്, അതിൽ സ്പീഡ് അക്യൂർ ചെയ്യുക, ആക്യുറേറ്റ് ആയിട്ട് ചെയ്യുക, ഇതെല്ലാമാണ് മോട്ടോർ ഡെവലപ്മെന്റ് വരുന്നത്. അതേപോലെ നമ്മുടെ മസിൽസ് പാർട്ട്, നമ്മുടെ ബോഡിയുടെ മസിൽ പാർട്ടുകൾ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് മസിൽസ് മൂവ്മെന്റ്സ് ഒക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് എവിടെ നിന്നാണ് വരുന്നത്, മോട്ടോർ ഡെവലപ്മെന്റിലാണ് വരുന്നത്. ഓക്കെ, നമ്മള് ഓക്കെ, motor abilities involves body movements of various organs and coordinate functioning of nerves and muscles. നെർവിന്റെ മസിൽസിന്റെ ഒക്കെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് പോയാൽ നമുക്ക് ഓരോ കാര്യങ്ങൾ, ഇപ്പൊ ഒരു കുട്ടി നടന്നു തുടങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെയിൻ ഡെവലപ്മെന്റ് പ്രോപ്പർ ആയാൽ മാത്രമാണ് കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നടന്നു തുടങ്ങാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ മോട്ടോർ എബിലിറ്റീസ് ആ സമയത്ത് കുട്ടിക്ക് അക്യൂർ ചെയ്യണം.
പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും അവന്റെ ബാക്കിയുള്ള മസിൽസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഈ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മോട്ടോർ ഡെവലപ്മെന്റ് ആണ്. ജസ്റ്റ് ഞാൻ എന്താ പറയാ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ. മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല് ചലന ശേഷി, ഓക്കെ, ചലിക്കുന്നതിനുള്ള കഴിവ് എന്നൊക്കെ നമുക്ക് പറയാം. മോട്ടോർ ഡെവലപ്മെന്റ്, ചലന വൈദഗ്ധ്യം എന്നൊക്കെ പറയാം. നോക്കാം, ഏജ് എഫക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഏജിൽ ഇങ്ങനെ ഡെവലപ്മെന്റ്, ഇങ്ങനെ കാര്യങ്ങൾ ഇൻഫന്റ് ടു അഡോൾട്ട് സ്റ്റേജ് ഇങ്ങനെ ഡെവലപ്മെന്റ് വേണം എന്ന് പറയുന്നുണ്ട്. എക്സസൈസ്, നമ്മൾ എക്സസൈസ് മോട്ടോർ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ജെൻഡർ ഫാക്ടർ, ഇപ്പോ ആൺകുട്ടികൾക്കാണെങ്കിൽ പെട്ടെന്ന് മോട്ടോർ ഡെവലപ്മെന്റ് പെട്ടെന്ന് നടക്കും. അവർക്ക് മസിൽസ് ഒക്കെ എന്താണ് പെട്ടെന്ന് എന്താ പറയാ പെട്ടെന്ന് ഡെവലപ്പ് ആവും. സ്പോർട്സിലൊക്കെ പങ്കെടുക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് മസിൽ ഡെവലപ്മെന്റും മോർ മസിൽസ് ഉണ്ടാവും. പിന്നെ എന്താണ് മസിൽ ഡെവലപ്മെന്റ് ഒക്കെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും നടക്കുന്നത് ആൺകുട്ടികൾക്ക്. പെൺകുട്ടികൾക്ക് മോട്ടോർ ഡെവലപ്മെന്റ് സ്ലോ എന്നല്ല, അവർക്ക് ആൺകുട്ടികളുടെ അത്രയും എന്താ പറയാ കഠിനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കുറച്ച് വീക്ക് ആയിരിക്കും ആര് പെൺകുട്ടികൾ അല്ലെ. ഭാരമുള്ള കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ വീക്കല്ലേ, നമുക്കും ഉണ്ടല്ലോ കുറച്ച് എന്താ പറയാ കുറച്ച് വീക്ക്നെസ് ഉണ്ട്. ജെൻഡർ ഫാക്ടർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് മോട്ടോർ ഡെവലപ്മെന്റിനെ. സോഷ്യൽ ആൻഡ് എക്കണോമിക് സ്റ്റാറ്റസ്, ഫാമിലിയുടെ സോഷ്യൽ ആൻഡ് എക്കണോമിക് സ്റ്റാറ്റസ് മോട്ടോർ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പൊ അത്യാവശ്യം എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരു ഫാമിലി ആണെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ വീട്ടിലെ ജോബുകൾ കുട്ടികൾ തന്നെ എല്ലാ ഫാമിലി മെമ്പേഴ്സ് തന്നെയായിരിക്കും ഇന്ത്യയിലായിട്ട് വരുന്നത് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. സോ അവിടെ പെട്ടെന്ന് മോട്ടോർ ഡെവലപ്മെന്റ് സംഭവിക്കുന്നു. എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ അവിടെ എന്താ പറയാ മറ്റു ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ മോട്ടോർ ഡെവലപ്മെന്റ് സ്ലോ ആയിരിക്കും. ഗുഡ് ഹെൽത്ത്, നല്ല ആരോഗ്യമുള്ളവർക്ക് പെട്ടെന്ന് മോട്ടോർ ഡെവലപ്മെന്റ് സംഭവിക്കും. ആക്സിഡന്റ് ആൻഡ് ഇഞ്ചുറീസ്, ആക്സിഡന്റോ ഇഞ്ചുറീസോ സംഭവിച്ചിട്ടുണ്ട് കുട്ടിക്കാലത്ത്, ആക്സിഡന്റും ഇഞ്ചുറീസും പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മോട്ടോർ ഡെവലപ്മെന്റ് സ്ലോ ആയിരിക്കും. പിന്നെ എന്താണ് ഫിസിക്കൽ ഹെൽത്ത് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഫിസിക്കൽ ഹെൽത്ത് എങ്ങനെയാണെന്നുള്ളത് നോക്കും. പിന്നെ ജെനറ്റിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ്. ഓ അച്ഛന് നല്ല ആരോഗ്യവും നല്ല എന്താ പറയാ നല്ല എനർജിക്ക് ഉള്ള ഒരു കുട്ടി ഫാമിലിയാണ്, അവരുടെ ഫാമിലിയിൽ ഭയങ്കരമായിട്ട് എല്ലാവരും ഭയങ്കര എനർജറ്റിക് ഒക്കെ ആണെങ്കിൽ, എനർജറ്റിക് ഉദ്ദേശിച്ച് നല്ല ആരോഗ്യമുള്ളവരാണെങ്കിൽ കുട്ടിക്കും മോട്ടോർ ഡെവലപ്മെന്റ് പെട്ടെന്ന് സംഭവിക്കും. ഇനി മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോസസ് ആണ് which children learn to use their muscles to move and interact with the world around them. നമ്മുടെ മസിൽസിന്റെ മൂവ്മെന്റ്സ്, നമ്മളുടെ കുട്ടിയുടെ മസിൽസിന്റെ മൂവ്മെന്റ്സിനെയാണ് എന്ത് പറയുന്നത് മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഈ മസിൽസിന്റെ മൂവ്മെന്റ്സ് പ്രോപ്പർ ആയാലാണ് ആ വേൾഡ് ആയിട്ട് അവർ എന്ത് ചെയ്യുന്നത് ഇന്ററാക്ട് ചെയ്യുന്നത്. ഓരോ കാര്യങ്ങൾ അവർ മനസ്സിലാക്കുകയും ഇന്ററാക്ട് ചെയ്യുന്നത് എന്താണ് ഈ മോട്ടോർ ഡെവലപ്മെന്റിലൂടെയാണ്. ഇറ്റ് ഈസ് എ കീ പാർട്ട് ഓഫ് ചൈൽഡ് ഡെവലപ്മെന്റ്. ചൈൽഡ് ഡെവലപ്മെന്റിനെ സംബന്ധിച്ച് ഒരു കീ പാർട്ട് ആണ് ഇത് മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഈസ് ക്ലോസ്ലി ലിങ്ക്ഡ് വിത്ത് അതർ ഏരിയാസ് ഓഫ് ഗ്രോത്ത്. മറ്റ് ഏരിയാസ് ആയിട്ട് ക്ലോസ്ലി എന്തുണ്ട് മോട്ടോർ ഡെവലപ്മെന്റിൽ ലിങ്ക് ഉണ്ട്. ഞാൻ പറഞ്ഞു ഫിസിക്കൽ, മെന്റൽ, ഇമോഷണൽ, സോഷ്യൽ ഡെവലപ്മെന്റും എന്ത് ചെയ്യുന്നുണ്ട് മോട്ടോർ ഡെവലപ്മെന്റ് ആയിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആണ്. സോ മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു കുട്ടി ആ കുട്ടിയുടെ മസിൽസ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ലേൺ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ്. അത് മനസ്സിലാക്കി അവന് ആദ്യമൊക്കെ ചെയ്യുമ്പോൾ സ്ലോ ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അവൻ മോട്ടോർ ഡെവലപ്മെന്റ് കൈവരിക്കുന്നതിനനുസരിച്ച് അവന് സ്പീഡ് കൂടും. അവൻ കറക്റ്റ് ആയിട്ടായിരിക്കും ആക്യുറേറ്റ് ആയിട്ട് ചെയ്യും. ഒരു കുട്ടി ഒരു 8 മാസത്തോളം സമയത്ത് അവന്റെ അടുത്തേക്ക് ഒരു ബോള് എന്ത് ചെയ്യുന്നുണ്ട് റോൾ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒബ്സർവ് ചെയ്യുള്ളൂ. അവന് അത് പിടിക്കണം എന്നുണ്ടെങ്കിൽ പോലും അവനത് ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല. ജസ്റ്റ് പിന്നെ ഒരു വയസ്സൊക്കെ ആകുമ്പോൾ അവന്റെ അടുത്തേക്ക് ഒരു ബോൾ പോകാൻ ചിലപ്പോൾ 2 കൈ കൊണ്ട് അവൻ അത് ക്യാച്ച് ചെയ്യും. പിന്നെ 1.5 വയസ്സൊക്കെ ആകുമ്പോൾ ജസ്റ്റ് ഒരു കൈ കൊണ്ട് അവർ ആ ബോൾ ക്യാച്ച് ചെയ്യും. ഓക്കെ, അത് മോട്ടോർ ഡെവലപ്മെന്റ് മസിൽസ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കുട്ടികളെ എന്ത് ചെയ്യാണ് കാര്യങ്ങൾ ട്രെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ആ ഒരു ലേണിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള മോട്ടോർ ഡെവലപ്മെന്റ് സ്കിൽസിനെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് പറയുന്നത് മാസ് ടു സ്പെസിഫിക് ട്രെൻഡ് ആണ്. കുറച്ച് ട്രെൻഡുകളാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ആണ് പറയുന്നത്. ഈ ട്രെൻഡുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഈ പറയുമ്പോൾ ഓരോ പോയിന്റ്സ് ഉണ്ട്. മാസ് ടു സ്പെസിഫിക് ട്രെൻഡ് കുറച്ച് കഴിയുമ്പോൾ ഓരോ പോയിന്റ്സ് ഉണ്ട്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ മാർക്ക് ചെയ്യാം കേട്ടോ. മാസ് ടു സ്പെസിഫിക് ട്രെൻഡ് എന്ന് പറയുന്നത് ഞാനിപ്പോ ബോളിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, അത് വെച്ച് തന്നെ നമുക്ക് പറയാൻ പറ്റും.
ഒരു കുട്ടി അവന്റെ അടുത്തേക്ക് ഒരു ബോൾ പോകുകയാണെങ്കിൽ അത് അവൻ ഓടിപ്പോയി 2 കൈ കൊണ്ടായിരിക്കും ആദ്യം അവരെന്ത് ചെയ്യുന്നത് ക്യാച്ച് ചെയ്യുന്നത്. ബോള് അടുത്തേക്ക് പോവാണെങ്കിൽ ഓടി നടക്കാറൊക്കെയായിട്ടുണ്ട്, എന്നാലും വേഗം 2 കൈ കൊണ്ട് അവരെന്ത് ചെയ്യും ക്യാച്ച് ചെയ്യും. ഫസ്റ്റ് സമയത്ത് നമ്മൾ കുട്ടികളുടെ ഗ്രോത്ത് നോക്കുമ്പോൾ അവർ ഫസ്റ്റ് 2 കൈ കൊണ്ട് എവിടെയും പോവാതിരിക്കാൻ 2 കൈ കൊണ്ടായിരിക്കും അവരെന്ത് ചെയ്യുന്നത് ക്യാച്ച് ചെയ്യുന്നത്. പിന്നീട് അവൻ കുറച്ചും കൂടി വലുതായി കഴിയുമ്പോൾ അവന് മോട്ടോർ ഡെവലപ്മെന്റ് ഒക്കെ കൈവരിച്ച് കഴിയുമ്പോൾ അവൻ എന്ത് ചെയ്യും 1 കൈ കൊണ്ട് ആ ബോൾ എന്ത് ചെയ്യാൻ പറ്റും ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, കുട്ടികളുടെ മോട്ടോർ പ്രവർത്തനങ്ങൾ തിരിച്ചറിയുന്നത് മാസ് റിയാക്ഷനിലൂടെയാണ്. ഫസ്റ്റ് മാസ് റിയാക്ഷൻ ആയിരിക്കും, 2 കൈ യൂസ് ചെയ്തായിരിക്കും അവർ ആ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നാൽ ഭയങ്കരമായിട്ട് അവർക്ക് എഫേർട്ടും എനർജിയും ആവശ്യമായിട്ട് വരും. അത് ക്രമേണ എന്ത് ചെയ്യും, അത് മാറി എന്ത് ചെയ്യും കൂടുതലായിട്ട് വ്യക്തതയോടുകൂടി അവരത് ചെയ്യാനായിട്ട് കറക്റ്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കണം. ഫസ്റ്റ് അവർ മാസ് റിയാക്ഷനിലൂടെയാണ് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്നതെങ്കിൽ ലിറ്റിൽ ബൈ ലിറ്റിൽ ആയിട്ട് അവര് വീണ്ടും സ്പെസിഫിക് ആയിട്ട് അവർ ആദ്യം ഒരുപാട് എഫേർട്ടും എനർജി എടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ പിന്നീട് അവർക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ചെറുപ്പത്തിൽ 1 വയസ്സൊക്കെ ഉള്ള സമയത്ത് കുട്ടി ഒത്തിരി എനർജിയും എഫേർട്ടും എടുത്തായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്ന ഒരു ബോൾ ക്യാച്ച് ചെയ്യുന്നത്. ദെൻ അവരത് അത് കഴിഞ്ഞ് ടൈം കഴിഞ്ഞ ഒരു മോട്ടോർ ഡെവലപ്മെന്റ് ഒക്കെ കൈവരിച്ച് കഴിയുമ്പോൾ സിമ്പിൾ ആയിട്ട് ആ ബോളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു വസ്തു അവർ ആ ഒരു എടുക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഫുൾ എഫേർട്ട് അവരുടെ ഫുൾ എനർജി യൂസ് ചെയ്തായിരിക്കും എന്തെങ്കിലും മെറ്റീരിയൽസ് അവർ താഴ്ത്തുന്ന എടുക്കുന്നത്. ദെൻ അവർ വലുതായി കഴിയുമ്പോൾ അവർക്ക് സിമ്പിൾ ആയിട്ട് ആ മെറ്റീരിയൽസ് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിൾ ആയിട്ട് അത് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. സോ മാസ് ടു സ്പെസിഫിക് ട്രെൻഡ് ആണ്. കുട്ടികൾ ഫസ്റ്റ് ടൈമിൽ ആദ്യം ഏർലി സ്റ്റേജസിൽ മാസ് റിയാക്ഷൻസ് ആയിരിക്കും കാണിക്കുന്നത്. Then little by little അവർ അഡാപ്റ്റീവ് ആയിട്ട് മാറും, മോർ സ്പെസിഫിക് ആവും. ഓക്കെ, at early stage children's motor activities is identified by mass reaction. ഫസ്റ്റ് ഏർലി സ്റ്റേജിൽ എങ്ങനെയായിരിക്കും ഐഡന്റിഫൈ ചെയ്യുന്നത്? ഓക്കെ, ഏർലി സ്റ്റേജിൽ മാസ് റിയാക്ഷനിലൂടെ ആയിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. മാസ് റിയാക്ഷൻസ് ആയിരിക്കും. ദെൻ അവര് ഗ്രോ വലുതായി കഴിയുമ്പോൾ അവർ മോർ അഡാപ്റ്റീവ് ആൻഡ് മോർ സ്പെസിഫിക് ആവും. അവർ കൂടുതലായിട്ട് അഡാപ്റ്റീവും സ്പെസിഫിക് ആയിട്ട് കറക്റ്റ് ആയിട്ട് ആ കാര്യങ്ങൾ ചെയ്യും. ആദ്യം എക്സാമ്പിൾ വെച്ച് നോക്കുക നിങ്ങള്. ഓക്കെ, ആദ്യം സമയങ്ങളിൽ ഫസ്റ്റ് ഏർലി സ്റ്റേജസിലെ കുട്ടികൾക്ക് ഒരു കാര്യം ചെയ്യാൻ ഒത്തിരി എനർജി ആവശ്യമാണ്. സോ ഒരു മാസ് റിയാക്ഷനിലൂടെ ആയിരിക്കും ആ ഒരു കാര്യം ചെയ്യുന്നത്. ദെൻ അവർ ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് ലിറ്റിൽ ബൈ ലിറ്റിൽ അവർ അഡാപ്റ്റീവ് ആവാനും സ്പെസിഫിക് ആയിട്ട് അവർക്ക് ആ കാര്യങ്ങൾ ചെയ്യാനും പറ്റും. ഓക്കെ, ഇനി ലാർജ് ടു സ്മോൾ ട്രെൻഡ് ആണ്. ആദ്യം നമുക്ക് എന്താ പറയാ മോട്ടോർ ഡെവലപ്മെന്റിൽ ലാർജ് ഫണ്ടമെന്റൽ മസിൽസ് കംസ് ഓഫ് ബിഫോർ ദാറ്റ് സ്മോളർ മസിൽസ്. വലിയ എന്താ പറയുക നമ്മുടെ പേശികളുടെ നിയന്ത്രണമാണ് പറയുന്നത്. ഫസ്റ്റ് എന്താണ് ലാർജ് ഫണ്ടമെന്റൽ മസിൽസിന് മുമ്പ് സ്മോൾ മസിൽസ് ആയിരിക്കും ഫസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ലാർജ് ടു സ്മോൾ ട്രെൻഡാ പറയുന്നത്. മിസ്റ്റേക്ക് പറ്റി. ലാർജ് ടു സ്മോൾ ട്രെൻഡ് ആണ്. ആദ്യം നമ്മുടെ ലാർജ് മസിൽസ് ആണ് എന്ത് ചെയ്യുന്നത് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് സ്മോൾ മസിൽസിന്റെ ഡെവലപ്മെന്റ് വരുന്നത്. ഫസ്റ്റ് ടൈം ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുട്ടികള് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം അവരെ ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ 2 കൈ ഉപയോഗിക്കാറുണ്ട് അല്ലെ. 2 കൈ ഉപയോഗിച്ചാണ് ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്. ആദ്യം ഒരു ബോൾ അടുത്തേക്ക് കൂടി വരുമ്പോഴോ അവർ 2 കൈ കൊണ്ടാണ് അവര് എന്ത് ചെയ്യുന്നത് ക്യാച്ച് ചെയ്യുന്നത്. ദെൻ അവര് സ്മോൾ ഒറ്റ കൈ കൊണ്ടൊക്കെ അവർ എന്ത് ചെയ്യുന്നു തുടങ്ങും, ഒരു ആക്ടിവിറ്റീസ് ചെയ്തു തുടങ്ങും. In motor activities, control and coordination of large fundamental muscles come off before that of the small muscles. ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ്, ചെറിയ മസിൽസിന്റെ ഡെവലപ്മെന്റിന് മുമ്പ് ഫസ്റ്റ് ഏത് മസിൽസ് ആയിരിക്കും ഡെവലപ്മെന്റ് നടക്കുന്നത്? ലാർജ് ഫണ്ടമെന്റൽ മസിൽസിന്റെ ഡെവലപ്മെന്റ് ആയിരിക്കും സംഭവിക്കുന്നത്. അത് കൂടുതലായിട്ട് കൺട്രോൾ ചെയ്യാതെ കോർഡിനേറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും സ്മോളർ മസിൽസിലേക്കുള്ള ഡെവലപ്മെന്റ് വരുന്നത്. ഓക്കെ, നമ്മള് 2 കാര്യങ്ങളാണ് പറഞ്ഞത്. മാസ് ടു സ്പെസിഫിക് ട്രെൻഡ്. ഏർലി സ്റ്റേജസിൽ കുട്ടികളുടെ റിയാക്ഷൻ എന്ന് പറയുന്നത് മാസ് ആയിരിക്കും, അവർക്ക് കൂടുതൽ എനർജി ആവശ്യമായിരിക്കും. ദെൻ അവർ ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് കൂടുതൽ സ്പെസിഫിക് ആയിട്ട് അവർ കാര്യങ്ങൾ ചെയ്യും. ഒരു ബോള് ഒരു കുട്ടിയുടെ അടുത്തേക്ക് കൂടി പോകാണ്, ആ കുട്ടി 1 വയസ്സുള്ളൂ, പെട്ടെന്ന് ചിലപ്പോൾ 2 കൈ കൊണ്ടായിരിക്കും ആ ബോൾ ക്യാച്ച് ചെയ്യുന്നത്. ദെൻ അവൻ കുറച്ചും കൂടി മുതിർന്ന് കഴിയുമ്പോൾ അവൻ എന്ത് ചെയ്യും, 1 കൈ കൊണ്ട് തന്നെ അത് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും.
പിന്നെ ആദ്യം ഒരു ലാർജ് മസിൽസ്, ലാർജ് ടു സ്മോൾ ട്രെൻഡിൽ പറയുന്നത് ലാർജ് ഫണ്ടമെന്റൽ മസിൽസ് ആയിരിക്കും ആദ്യം എന്ത് ചെയ്യുന്നത്, കൺട്രോളും കോർഡിനേഷനും കൈവരിക്കുന്നത്. എന്നിട്ടായിരിക്കും സ്മോളർ മസിൽസിലേക്ക് അത് മൂവ് ആകുന്നത്. ഓക്കെ, ഞാൻ ഈ 2 ട്രെൻഡ് മാത്രമേ ഇത് പറയുന്നുള്ളൂ കേട്ടോ. ഓക്കെ, എന്താണ് മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു, അതിന്റെ ഡെഫിനേഷനും സെൻഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. പിന്നെ ഈ മാസ് ടു സ്പെസിഫിക് ട്രെൻഡും ലാർജ് ടു സ്മോൾ ട്രെൻഡും ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, ഫുൾ ട്രെൻഡ്സും നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, അപ്പോ സൈൻ ഔട്ട് ആരാ പറയുന്നേ? മാം ഞാൻ എന്റേത് കംപ്ലീറ്റ് ആയില്ല, ഞാൻ ചെറുതായിട്ടൊന്ന് കാണിക്കട്ടെ. ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. കാണിച്ചോ? ഓക്കെ, കംപ്ലീറ്റ് ആക്കണോണ്ടാണോ? ഓക്കെ, അപ്പോ ഈ മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് 2 ടൈപ്സ് ആണോ? അതായത് ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ്, ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് കേട്ടിട്ടുണ്ട്, അതാണ് ചോദിച്ചത്. ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. ഓക്കെ, ഒരു മിനിറ്റ്, ഞാൻ ആക്ടിവിറ്റിയുടെ കാര്യം പറയാൻ വേണ്ടിട്ട് നിന്നതാ. ഒരു മിനിറ്റ്. നമ്മളിപ്പോ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്തു? ഫ്രെയിമുകൾ ചെയ്തു, ദെൻ പിങ്ക് ടവർ ചെയ്തു, സാൻഡ് പേപ്പർ ന്യൂമറിക്കൽസ് ആൻഡ് ആൽഫബറ്റ്സ് ചെയ്തു, ദെൻ ലാസ്റ്റ് ആൽഫബറ്റ്സ് ന്യൂമറിക്കൽസിന്റെ ചാറ്റ് ചെയ്തിട്ടില്ല അല്ലെ? ഓക്കെ, ന്യൂമറിക്കൽസിന്റെ ചാറ്റ് എന്താണ്? ഓക്കെ, ന്യൂമറിക്കൽസിന്റെ ചാർട്ട് ആണ് ഇനി ചെയ്യേണ്ടത്. സാധാരണ നമ്മൾ 1 എന്ന് എഴുതുമല്ലോ, 1 മുതൽ 0 മുതൽ അല്ല 1 മുതൽ 10 വരെ ഉള്ളത്. 1 മുതൽ 10 വരെയാണ് ന്യൂമറിക്കൽസിന്റെ 0 to 9 വരെയാണ്. സോ 1 എന്താണ്? അല്ല 0 to 9 വരെയാണോ എന്ന് ഞാൻ ചോദിച്ചത്. ഇല്ല, അത് നമ്മള് കാർഡ് പ്രിപ്പയർ ചെയ്തപ്പോ ഇത് ഞാൻ പറയുന്നത് ന്യൂമറിക്കൽസ് ആണ്, നമ്പേഴ്സ് ആണ്. നമ്പേഴ്സിന്റെ ചാർട്ടിൽ 1 മുതൽ 10 വരെയാണ് വേണ്ടത്. 1 എന്ന് പറയുമ്പോൾ 1 എന്ന് എഴുതാം നിങ്ങള്. അതിന് നേരെ എന്ത് ചെയ്യുക, ഒരു ചോക്ലേറ്റ്, 1 ചോക്ലേറ്റ്, അല്ലെങ്കിൽ 1 ആൻഡ് ഒരു ഒറ്റ ഉറുമ്പ്, അല്ലെങ്കിൽ ഒരു മാംഗോ. 2 എന്ന് എഴുതുമ്പോൾ 2 മാംഗോ. ഇമേജസ് എങ്ങനെയാണ്? 2 മാംഗോന്റെ ഇമേജസ്. 3 എഴുതുമ്പോൾ 3 മാംഗോസ്. ഇഷ്ടമുള്ളത് ഇപ്പൊ മാംഗോസ് ആകാം, ചോക്ലേറ്റ്സ് ആവാം. പിന്നെ എന്താണ് ആൻഡ്, ചില കുട്ടികൾ ആൻഡ് ചെയ്യും. അതേപോലെ 10 വരെ എന്ത് ചെയ്യുക, നമ്പേഴ്സ് കേട്ടോ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? 10 വരെയുള്ള പിക്ചേഴ്സ് സിമിലർ ആണോ? പിക്ചേഴ്സും വേണം, നമ്പേഴ്സും എഴുതാൻ വേണം. ഒരേപോലെ ആയിരിക്കണോ? ചാർട്ടിൽ തന്നെയല്ലേ? ചാർട്ടിലല്ലേ മാം? എന്താണ് പിക്ചർ ഒരേപോലെ ആയിരിക്കണോന്ന് ചോദിച്ചാൽ. ഇപ്പൊ 1 ആൻഡ് വരച്ചെങ്കിൽ 10 വരെയും തന്നെ വരക്കണോ? പല പല പിക്ചർ പോലെ നല്ല പിക്ചർ ആണെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോ. എന്താണ് അച്ഛന കേൾക്കണില്ല, ക്ലിയർ ആയിട്ട് ഫോട്ടോ ഞാൻ കാണിക്കുന്നുണ്ട്. ഇവിടെ ഓരോ ഇമേജസും ഡിഫറെന്റ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെയിം തന്നെ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പൊ ഒരു ക്ലാരിറ്റി ഉണ്ടാവും കുട്ടികൾക്ക്. സെയിം തന്നെയാണ്, നമ്പേഴ്സ് ആണ് അവിടെ കൂടുന്നത്, എണ്ണി നോക്കാനായിട്ട് പറ്റും. കുഴപ്പമില്ല, നിങ്ങൾക്ക് എങ്ങനെയാണോ അത് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റുന്നത് അതനുസരിച്ച് ചെയ്തോട്ടോ. ഓക്കെ, മാം ആദ്യം കാണുന്ന പോലെ കേട്ടോ. ONE കൊടുക്കണോ? വേണ്ട, 1 ONE താഴെ എഴുതിക്കും, ഇമേജ് കൊടുക്കുക. നമ്പർ ചാർട്ട് കേട്ടോ, 1 മുതൽ 10 വരെ. ഇവിടെ നോക്കി നമ്പർ ചാർട്ട്. 1 ONE ആപ്പിൾ, 2 TW എന്താണ് ഓറഞ്ച് ആണ്, 3 മാംഗോ, 4 അങ്ങനെ. ഓക്കെ, ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ മാം, ക്ലിയർ ആയി. ഓക്കെ, നെക്സ്റ്റ് ട്യൂസ്ഡേയിലേക്ക് ഇതൊന്ന് പ്രിപ്പയർ ചെയ്ത് വരണം കേട്ടോ. ഓക്കെ മാം. അപ്പൊ നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് വരാം. അപ്പോ ഞാൻ ക്ലാസ് വൈകിട്ടാണ്. സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഞാനാണ് മാം. പറഞ്ഞോട്ടെ കേട്ടോ. Every ending has a new beginning, ready to take one
whatever comes next with determination and courage. Sign out by Geetu. Thank you, ma'am, for the wonderful class. Thank you all. Thank you all. Thank you, ma'am. Thank you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.